ശ്രീ മഹാഭാരതത്തിന്റെ വനപർവ്വത്തിന്റെ അവസാന ഭാഗത്ത് യക്ഷപ്രശ്നം എന്ന പേരിലുള്ള ഒരു ആഖ്യാനം. അതില് ജലമന്വേഷിച്ച് നകുലൻ ഒരു സരസേക്ക് പോവുകയും അവിടെ ഒരു പക്ഷിയുടെ രൂപത്തിരിക്കുന്ന യക്ഷൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ വെള്ളം കുടിക്കാവൂ, ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറയുകയും അദ്ദേഹം ഉത്തരം പറയാൻ കൂട്ടാക്കാതെ വെള്ളം കുടിക്കുകയും അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. തുടർന്ന് സഹദേവനും അർജുനനും ഭീമനും ഇതുപോലെ ചെന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് കൊണ്ട് അവർ വെള്ളം കുടിച്ച് അവിടെ മരിച്ചു വീഴുകയാണ്. ഒടുവിൽ യുധിഷ്ഠിര മഹാരാജാവ് പോവുകയും അദ്ദേഹത്തോടും ഈ യക്ഷൻ പക്ഷിയുടെ രൂപത്തിലുള്ള കൊറ്റിയുടെ രൂപത്തിലുള്ള യക്ഷൻ ഈ കാര്യം അവതരിപ്പിക്കുകയും അദ്ദേഹം ക്ഷമയോടുകൂടി ഈ യക്ഷൻ്റെ ചോദ്യങ്ങൾ കേൾക്കാനും ഉത്തരം പറയാനും തയ്യാറാവുകയും ചെയ്തു. ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ആലോചനാമൃതങ്ങളാണ്. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും യുക്തിയെ പരീക്ഷിക്കുന്നതാണ്, ചിലത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാടവത്തെ പരീക്ഷിക്കുന്നതാണ്, ചിലത് വലിയ തത്വചിന്തയെ പ്രതിഫലിപ്പിക്കുന്നതാണ്, ചിലത് ആചാരാനുഷ്ഠാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമുക്ക് എന്നും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കാരണം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ അത് ദീർഘമായി പോകും എന്നുള്ളത് കൊണ്ട്. കിം ബ്രാഹ്മണാനാം ദേവത്വം കശ്ചധർമ്മ സദാമിവ കശ്ചേഷാം മാനുഷോഭാവ കിമേഷാം അസതാമിവ. ബ്രാഹ്മണർക്ക് എന്താണ് ദേവത്വം നൽകുന്നത്? അവർക്ക് സജ്ജനങ്ങളുടെ ധർമ്മം ആയിട്ട് ഇരിക്കുന്നത് എന്താണ്? അതുപോലെ അവരുടെ മനുഷ്യഭാവം ഏതാണ്? അതുപോലെ ബ്രാഹ്മണർ ചെയ്യുന്നതിൽ ഏതാണ് ദുർജനങ്ങൾ ചെയ്യുന്ന കാര്യം? അതായത് ദുർജന ലക്ഷണമായിട്ട് ബ്രാഹ്മണർ ചെയ്യുന്ന കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത് സ്വാധ്യായ ഏഷാം ദേവത്വം. ബ്രാഹ്മണർക്ക് സ്വാധ്യായമാണ്, പഠിച്ച വേദത്തെ ശാസ്ത്രങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് അവരുടെ ദേവത്വം എന്ന് പറയുന്നത്. തപസ്സാണ് അവർക്ക് അവരുടെ സത്കർമ്മം എന്ന് പറയുന്നത്. അവരുടെ മാനുഷഭാവം എന്ന് പറയുന്നത് മരണമാണ്. അതുപോലെ അസത്തുക്കളുടെ ദുർജനങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് പരദൂഷണം മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചു കിം ക്ഷത്രിയാണാം ദേവത്വം കഷ്ടധർമ്മ സദാമിവ കഷ്ടേഷാം മാനുഷോധർമ്മ കിമേഷാം അസദാമിവ. ഇതേ കാര്യങ്ങൾ ക്ഷത്രിയന്മാർക്ക് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ഇതേ ചോദ്യമാണ്. അത് ബ്രാഹ്മണാനാം എന്നുള്ളത് ക്ഷത്രിയാണം എന്നാക്കിയിട്ട് 4 ചോദ്യങ്ങൾ. അതിനുത്തരം പറഞ്ഞത് ഈശ്വസ്ത്രമേഷാം ദേവത്വം യജ്ഞ ഏഷാം സദാമിവ ഭയം വൈ മാനുഷോഭാവ പരിത്യാഗോ സദാമിവ എന്നാണ്. അതായത് അമ്പും വില്ലും അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നതാണ് അവരുടെ ദേവത്വം. യജ്ഞമാണ് അവരുടെ സൽക്കർമ്മം. അവർക്ക് മാനുഷികമായ ഭാവം എന്ന് പറയുന്നത് ഭയമാണ്, ശത്രുവിലുള്ള ഭയമാണ്. അവരുടെ ദുഷ്ടകർമ്മം എന്ന് പറയുന്നത്, ദുഷ്ടന്മാർ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് പരിത്യാഗമാണ്. അതായത് ദുഃഖിതരെ രക്ഷിക്കാതെ പരിത്യജിക്കുക എന്നുള്ളതാണ് അവരുടെ അസത്കർമ്മം എന്നർത്ഥം. അടുത്ത ചോദ്യം ഇന്ദ്രിയാർത്ഥാൻ അനുഭവൻ ബുദ്ധിമാൻ ലോകപൂജിത സമ്മത സർവഭൂതാനാം ഉച്ഛ്വസൻ കോ ന ജീവതി. ഇതൊരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട, ജീവിത മൂല്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ദ്രിയാർത്ഥങ്ങളെ, ഇന്ദ്രിയത്തിൻ്റെ സുഖങ്ങളെയൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് എല്ലാവരും പൂജിക്കുന്നവനായിട്ട് ബുദ്ധിയോട് കൂടി കഴിയുന്ന ഒരാൾക്ക് സർവചരാചരങ്ങളും ആരെയാണോ മാനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിലും ജീവിക്കുന്നില്ല എന്ന് പറയേണ്ടത് ആരെക്കുറിച്ചാണ് എന്നാണ് ചോദ്യം. ഇതൊരു ജീവിത ദർശനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു ദേവതാതിഥി ഭൃത്യാനാം പിതൃണാം ആത്മനശ്ചയ നിർവപതി പഞ്ചാനം ഉച്ഛ്വസൻ ന സജീവതി. അതായത് ദേവന്മാർക്ക്, അതിഥികൾക്ക്, ഭൃത്യന്മാർക്ക്, മരിച്ചുപോയ പിതൃക്കൾക്ക്, ഇവർക്ക് വേണ്ടുന്ന ഈ 5 പേർക്ക്, ദേവന്മാർ, അതിഥികൾ, ഭൃത്യന്മാർ, പിതൃക്കൾ, പിന്നെ അവനവന്, ഈ 5 പേർക്കും വേണ്ടുന്ന ആവപനം, അവർക്ക് നമ്മൾ നൽകേണ്ടതായ ധനത്തെ അല്ലെങ്കിൽ സുഖത്തെ നമ്മൾ നൽകുന്നില്ലെങ്കിൽ അത്തരം ആളുകൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിലും ജീവിക്കുന്നില്ല. ഇത് ചെയ്യേണ്ടത് ഏതൊരു മനുഷ്യൻ്റെയും, എത്ര നല്ല മനുഷ്യനായാലും, എത്ര ധാർമ്മികനായാലും, എത്ര പ്രശസ്തനായാലും ഈ കാര്യങ്ങൾ
കൃത്യമായി അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഈ ഉത്തരത്തിൻ്റെ താല്പര്യം. പിന്നെ ചോദിക്കുന്നു, കിം സിദ് ഗുരുതരം ഭൂമേഹേ കിം സുദുച്ചതരം ച യത് കിം സുദുച്ചതരം ച ഖാത് കിം സുൽ ശീഘ്രതരം വായോഹോ കിം സുദ് ബഹുതരം തൃണാത്. ഭൂമിയേക്കാൾ ഭാരമുള്ളത് എന്താണ്? ആകാശത്തേക്കാൾ ഉയരമുള്ളത് എന്താണ്? വായുവിനേക്കാൾ വേഗത ഉള്ളത് എന്താണ്? പുല്ലിനേക്കാൾ വളരെ കൂട്ടായിട്ട് ധാരാളമായിട്ട് കാണപ്പെടുന്ന പുല്ലിനേക്കാൾ കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഇതൊരു യുക്തിയും അതുപോലെ നമ്മുടെ ആ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെയും കാണിച്ചു തരുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം കേൾക്കുക. മാതാ ഗുരുതര ഭൂമേഹേ, ഭൂമിയേക്കാൾ ഭാരമുള്ളത് അമ്മയ്ക്കാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മഹത്വം, ഗുരുത്വം. ഗുരു എന്ന ശബ്ദത്തിന് ഭാരം എന്ന അർത്ഥമുണ്ട്, വലിപ്പം അല്ലെങ്കിൽ മഹത്വം എന്ന അർത്ഥമുണ്ട്. ഖാത്പിതോച്ചതരസ്തഥ, അതുപോലെ ആകാശത്തെക്കാൾ ഉയരമുള്ളത് അച്ഛനാണ് എന്ന് വെച്ചാൽ അച്ഛനെ നമ്മൾ വളരെ ഉയർന്ന ഒരു പദവിയിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ മനഃശീഘ്രതരം വാതാത്, വായുവിനേക്കാൾ ശീഘ്രത വേഗതയുള്ളത് മനസ്സിനാണ്. പുല്ലിനേക്കാൾ കൂടുതലായിട്ട് ധാരാളമായിട്ട് വളർന്നു വരുന്നത് എന്താണ്? ചിന്താ ബഹുതരീ തൃണാത്, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് ധാരാളം. എത്ര ചിന്തകൾ എന്ന് പറയാൻ സാധിക്കില്ല, അത്രയധികം ചിന്തകൾ വന്ന് അങ്ങനെ വളർന്നു വരും. ഇതാണ് ജീവിതഗന്ധിയായിട്ടുള്ളൊരു ചോദ്യവും ഉത്തരവുമാണ്. പിന്നീട് പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടുള്ള നിരീക്ഷണ ബുദ്ധിയെ വളർത്തുന്ന ഒരു 4 ചോദ്യങ്ങൾ. കിംസിത് സുപ്തം ന നിമിഷതി കിംസിത് ജാതം ച നോപതി ന ചോപതി കസ്യസിത് ഹൃദയം നാസ്തി കിംസിത് വേഗേന വർദ്ധതി. ഉറങ്ങുമ്പോൾ കണ്ണ് അടക്കാത്തത് ആരാണ്? ആരാണ് ജനിച്ച ശേഷവും പ്രവർത്തിക്കാതിരിക്കുന്നത്? ആർക്കാണ് ഹൃദയം ഇല്ലാത്തത്? ആരാണ് വേഗത കൊണ്ട് വർദ്ധിച്ചു വരുന്നത്? യുക്തിസഹമായ ചോദ്യം കൂടിയാണ്. മത്സ്യസുപ്തോ ന നിമിഷതി, മത്സ്യം ഉറങ്ങുമ്പോൾ കണ്ണ് അടക്കാറില്ല. അണ്ടം ജാത ന ചോപതി, മുട്ട ജനിച്ചതിന് ശേഷവും പ്രവർത്തിക്കാറില്ല. മുട്ട വിരിഞ്ഞതിന് ശേഷമേ അതിന് എന്തെങ്കിലും പ്രവർത്തനമുള്ളൂ എന്നുള്ളതുകൊണ്ട്. അശ്മനോ ഹൃദയം നാസ്തി നദീ വേഗേന വർദ്ധതേ, കല്ലിനാണ് ഹൃദയമില്ലാത്തത്. വേഗത കൊണ്ട് വർദ്ധിക്കുന്നത് നദിയാണ്. ഇത് നമുക്ക് ഉത്തരം കേട്ട് കഴിയുമ്പോഴാണ് ശരിയാണല്ലോ എന്ന് നമുക്കും തോന്നുന്ന ഉത്തരങ്ങളാണിത്. ഇനി നീതിബോധത്തെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. കിം സുത് പ്രവസതോ മിത്രം കിം സുൻമിത്രം ഗൃഹേ സതഃ ആതുരസ്യ ച കിം മിത്രം കിം സുൻമിത്രം മരിഷ്യത. വീട് വിട്ട് ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് ആരാണ് മിത്രം? വീട്ടിനകത്ത് കഴിയുമ്പോൾ ആരാണ് നമുക്ക് മിത്രം? രോഗാതുരനായിരിക്കുന്ന സമയത്ത് ആരാണ് നമ്മുടെ മിത്രം? മരിക്കുന്ന ആളിന് ആരാണ് മിത്രം? നല്ല ചോദ്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സാർത്ഥ പ്രവസതോ മിത്രം ഭാര്യാമിത്രം ഗൃഹേ സതഃ ആതുരസ്യ ഭിഷങ് മിത്രം ദാനം മിത്രം മരിഷ്യത. വളരെ ബുദ്ധിപൂർവമായി അദ്ദേഹം പറഞ്ഞു, സഹയാത്രികന്മാരാണ് പ്രവാസകാലത്ത് ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് മിത്രങ്ങൾ. സ്വന്തം ഗൃഹത്തിരിക്കുമ്പോൾ സ്വന്തം ഭാര്യ തന്നെയാണ് ഏറ്റവും നല്ല മിത്രം. രോഗം വന്ന ആളിന് വൈദ്യനാണ് മിത്രം. മരിച്ചു പോകുന്ന ആളിന് ദാനമാണ് മിത്രം. കാരണം ദാനം ചെയ്താൽ അതിൻ്റെ പുണ്യം കൊണ്ട് പുണ്യലോകങ്ങളിൽ പോകാം, നല്ല ജന്മം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട്. പിന്നെ ചോദിക്കുന്നു, ഇനി നിരവധി ഇത്തരം ചോദ്യങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഞാൻ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കശ്ചധർമ്മ പരോലോകെ കശ്ചധർമ്മ സദാഫല കിം നിയമ്യ ന ശോചന്തി കൈശ്ച സന്ധിർന്ന ജീര്യതേ. 4 ചോദ്യങ്ങളാണ്. ഒരു ശ്ലോകത്തിനകത്ത് 4 ചോദ്യങ്ങളെ ചേർത്താണ് പറയുന്നത്. എന്താണ് ലോകത്തിൽ പരമമായ ധർമ്മം? എന്താണ് ഏത് ധർമ്മമാണ് എന്നും ഫലം നൽകുന്ന ധർമ്മം? എന്തിനെ നിയന്ത്രിച്ചിട്ടാണ് ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കുക? ആരുമായിട്ടുള്ള സന്ധി, ആരുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഒരിക്കലും ജീർണിച്ചു പോകാത്തത്, തകർന്നു പോകാത്തത് എന്നാണ്. 4 ഉത്തരം അദ്ദേഹം പറയുന്നു. ആനുശംസ്യം പരോധർമ്മ ത്രയീധർമ്മ സദാഫല മനോയമ്യ ന ശോചന്തി സന്ധി സദ്ഭിർന്ന ജീര്യതേ. ആനുശംസ്യം, ദയ എന്ന ഭാവമാണ് പരമമായ ധർമ്മം. ഏത് ധർമ്മമാണ് എല്ലാ കാലത്തും സൽഫലം നൽകുന്നത്?
ത്രയീധർമ്മമാണ്, വൈദികമായ ധർമ്മമാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. ഏതിനെ നിയന്ത്രിച്ചിട്ടാണ് ദുഃഖത്തെ നീക്കം ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. പിന്നെ ആരുടെ കൂട്ടായ്മയാണ് എന്നും നിലനിൽക്കുന്നത്, ജീർണിച്ചു പോകാത്തത്? സജ്ജനങ്ങളുമായുള്ള കൂട്ടായ്മയാണ് എന്നും നിലനിൽക്കുന്നത്, ജീർണിച്ചു പോകാത്തത്. കിന്നു ഹിത്വാ പ്രിയോ ഭവതി, കിന്നു ഹിത്വാ ന ശോചതി, കിന്നു ഹിത്വാർത്ഥവൻ ഭവതി, കിന്നു ഹിത്വാ സുഖീ ഭവേത്. മനോഹരമായ ഒരു താളാത്മകമായ ചോദ്യമാണ്. എന്തിനെ വിട്ടിട്ടാണ് നമ്മൾ പ്രിയരായും തീരുന്നത്? എന്തിനെ വിട്ടിട്ടാണ് നമ്മൾ ദുഃഖിക്കാതിരിക്കുന്നത്? എന്തിനെ വിട്ടിട്ടാണ് നമ്മൾ ധനമുള്ളവനായി തീരുന്നത്? എന്തിനെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ സുഖിക്കുന്നത്, സുഖം നേടുന്നത്? ഉത്തരം ഉടനെ വന്നു. മാനം ഹിത്വാ പ്രിയോ ഭവതി, അഭിമാനത്തെ വിട്ടിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നത്. ക്രോധം ഹിത്വാ ന ശോചതി, ക്രോധത്തെ ഉപേക്ഷിച്ചാലാണ് നമുക്ക് ദുഃഖമില്ലാതാകുന്നത്. കാമം ഹിത്വ അർത്ഥവാൻ ഭവതി, കാമത്തെ ഉപേക്ഷിച്ചാൽ നമ്മൾ ധനികരായി തീരും. ലോഹം ഹിത്വ സുഖീ ഭവതി, ലോഹത്തെ വിട്ടാൽ നമ്മൾ സുഖമുള്ളവരായിട്ടും തീരും. വളരെ തത്വചിന്താപരമായിട്ടുള്ള ചോദ്യവും ഉത്തരവുമാണ്. പിന്നെ കിമർത്ഥം ബ്രാഹ്മണേ ദാനം, കിമർത്ഥം നർത്തകേ, കിമർത്ഥം ചൈവ ഭൃത്യേഷു, കിമർത്ഥം ചൈവ രാജസു. ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത് എന്തുദ്ദേശം കൊണ്ടാണ്, എന്തുദ്ദേശിച്ചിട്ടാണ്? നടന്മാർക്കും നർത്തകന്മാർക്കും ദാനം ചെയ്യുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? അതുപോലെ രാജാക്കന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? ചോദ്യം വളരെ പെട്ടെന്ന് ഉത്തരം അദ്ദേഹം പറഞ്ഞു. ധർമാർത്ഥം ബ്രാഹ്മണേ ദാനം, ധർമ്മ ആചരണത്തിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത്. നടന്മാർക്കും നർത്തകന്മാർക്കും ദാനം ചെയ്യുന്നത് യശോർത്ഥം നടനർത്തകെ, യശസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ മറ്റ് നാടുകളിൽ ചെന്ന് ഇന്ന ആൾ എനിക്ക് കൂടുതൽ കാശ് തന്നു എന്ന കാര്യം പറയും, അതുകൊണ്ട് യശസ് വർദ്ധിക്കും. ഭൃത്യേഷു ഭരണാർത്ഥം വൈ, ഭൃത്യന്മാർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് അവരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ നമ്മുടെ ചൊൽപ്പടയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഭയാർത്ഥം ചൈവ രാജസു, രാജാവിന് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുന്നത് ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞു. കൃത്യമായ ഉത്തരമാണ് പറഞ്ഞത്. പിന്നീട് മൃതകഥം സ്യാത് പുരുഷ, കഥം രാഷ്ട്രം മൃതം ഭവേത്, ശ്രാദ്ധം മൃതം കഥം വാ സ്യാത്, കഥം യജ്ഞോ മൃതോ ഭവേത്. എങ്ങനെയാണ് ഒരു പുരുഷൻ മരിച്ചവനായി തീരുന്നത്? എങ്ങനെയാണ് രാഷ്ട്രം മരിച്ചതായിട്ട് തീരുന്നത്? എങ്ങനെയാണ് ഒരു ശ്രാദ്ധം, മരിച്ച ശ്രാദ്ധം, അതായത് ശ്രാദ്ധത്തിൻ്റെ ഫലമില്ലാത്ത അവസ്ഥ, മരിച്ചത് തുല്യമായിട്ട് ജീവനില്ലാത്തത് എന്നർത്ഥം. എങ്ങനെയാണ് ഒരു യജ്ഞം മൃതമായി തീരുന്നത്, മരിച്ചതായി തീരുന്നത്? ഉത്തരവും യുക്തിസഹമാണ്, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൃതോ ദരിദ്ര പുരുഷ, ദാരിദ്ര്യമാണ് ഒരു പുരുഷന്റെ മരണം. അരാജകത്വമാണ്, രാജാവില്ലാത്ത അവസ്ഥയാണ് ഒരു രാഷ്ട്രത്തിന്റെ മരണം. മൃതം അശ്രോത്രിയം ശ്രാദ്ധം, ശ്രാദ്ധം മരണപ്പെടുന്നത് അതിലെ ശ്രോത്രിയൻ, വേദജ്ഞനായ ഒരാളിനെ പങ്കെടുപ്പിക്കാതെ നടക്കുന്ന ശ്രാദ്ധമാണ് മൃതമായിരിക്കുന്നത്, മരിച്ചതായിരിക്കുന്നത്. മൃതോ യജ്ഞസ്ത്വദക്ഷിണ, ദക്ഷിണ ചെയ്യാത്ത ഋതുക്കൾക്ക്, പുരോഹിതന് ദക്ഷിണ ചെയ്യാത്ത നടത്തുന്ന യജ്ഞമാണ് മരിച്ച യജ്ഞം. ഇങ്ങനെ ഇനി നോക്കൂ മറ്റൊരു ചോദ്യം. തവ കിം ലക്ഷണം പ്രോക്തം കോദമശ്ച പ്രകീർത്തിത, ക്ഷമാചകാ പരാപ്രോക്ത കാജഹ്രീഹി പരികീർത്തിത. തപസ്സിന്റെ ലക്ഷണം എന്താണ്? എന്ത് ലക്ഷണത്തോടു കൂടിയിട്ടുള്ളതാണ് തപസ്? എന്തിനെയാണ് ദമം എന്ന് പറയുന്നത്? എന്തിനെയാണ് പരമമായ ക്ഷമ എന്ന് പറയുന്നത്? എന്തിനെയാണ് ഹ്രീഹി? ഹ്രീഹി എന്ന് വെച്ചാൽ ലജ്ജ അല്ലെങ്കിൽ സങ്കോചം എന്നാണ് അർത്ഥം. ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ്? തപസ്, ദമം, ക്ഷമ, ഹ്രീഹി, അതായത് ലജ്ജ. ഈ 5 കാര്യങ്ങളുടെ ലക്ഷണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തപസ്വധർമ്മവർത്തിത്വം, മനസോ ദമനം ദമഃ, ക്ഷമ ദ്വന്ദ്വസഹിഷ്ണുത്വം, ഹ്രീരകാര്യ നിവർത്തനം എന്നാണ്. വളരെ ബുദ്ധിപൂർവകമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. തപസ് എന്ന് പറയുന്നത് സ്വധർമാചരണത്തിൽ സ്ഥിരമായി നിൽക്കുക എന്നുള്ളതാണ് തപസ്. ദമം എന്ന് പറയുന്നത് മനസ്സിനെ അടക്കലാണ് ശരിയായ ദമം. ക്ഷമ എന്ന് പറയുന്നത് ദ്വന്ദ്വസഹിഷ്ണുത്വം, അതായത് ദുഃഖം, സുഖം, ചൂട്, തണുപ്പ്, ദാഹം, വിശപ്പ്, ഇങ്ങനെയുള്ള ജയം, പരാജയം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിപരീതമായിട്ടുള്ള അനുഭവങ്ങളെ സഹിക്കുക എന്നുള്ളതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഹ്രീഹി, ലജ്ജ അഥവാ സങ്കോചം എന്ന് പറയുന്നത് എന്താണ്? അകാര്യ നിവൃത്തം, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള സങ്കോചം, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഹ്രീഹി എന്ന് പറയുന്നത്. മടി ചെയ്യാനൊരു അറപ്പ് തോന്നുക. ഇങ്ങനെ നമ്മുടെ മനുഷ്യന്റെ ആന്തരിക ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ കിം ജ്ഞാനം പ്രോച്യതേ രാജൻ കശമശ്ച പ്രകീർത്തിത,
ദയാചക പരാപ്രോക്ത കിം ചാർദ്ദവമുദാഹൃതം. എന്തിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, എന്തിനെയാണ് ശമം എന്ന് പറയുന്നത്, എന്തിനെയാണ് ദയ എന്ന് പറയുന്നത്, എന്തിനെയാണ് ആർജവം എന്ന് പറയുന്നത്? ചോദ്യവും ഉത്തരവും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജ്ഞാനം തത്വാർത്ഥ സംബോധ. ജ്ഞാനം എന്ന് പറയുന്നത് ചിന്താബോധമാണ്, തത്വാർത്ഥബോധമാണ്. ശമം എന്ന് പറയുന്നത് ചിത്തപ്രശാന്തിയാണ്, ചിത്തത്തിൻ്റെ ശാന്തിയാണ് ശമം എന്ന് പറയുന്നത്. ദയ എന്ന് പറയുന്നത് സർവസുഖേഷിത്വം, എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ദയ എന്ന് പറയുന്നത്. ആർജവം എന്ന് പറയുന്നത് സമചിത്തതയാണ്, എല്ലാ സന്ദർഭങ്ങളിലും മനസ്സ് വ്യതിചലിക്കാതെ ഒരേപോലെ ക്ഷോഭമില്ലാതെ നിലനിൽക്കുക എന്നുള്ളതാണ് അത് എന്താണ് ആർജവം എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്നു, കശത്രു ദുർജയ പുംസം കശ്ച വ്യാധിരനന്തക കീദൃശശ്ച സ്മൃത സാധു അസാധു കീദൃശ സ്മൃത. ഏത് ശത്രുവാണ്? ജയിക്കാൻ പറ്റാത്ത ശത്രു ആരാണ്? നമുക്ക് അന്തമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, മാറാത്ത വ്യാധി എന്താണ്? രോഗം എന്താണ്? സാധു സജ്ജനം എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? അതുപോലെ അസാധു അസജ്ജനം ദുഷ്ടജനം എന്ന് പറയുന്നത് ആരെയാണ്? അപ്പോൾ പറഞ്ഞു, ക്രോധ സുദുർജയ ശത്രു. നമുക്ക് കീഴടക്കാൻ പറ്റാത്ത ശത്രു നമ്മുടെ ക്രോധമാണ്. ഒരിക്കലും മാറാത്ത വ്യാധി രോഗം എന്താണ്? ലോഭമാണ്, അത്യാഗ്രഹമാണ്. സജ്ജനം സാധു എന്ന് പറയുന്ന ആരെയാണ്? സർവഭൂതഹിത സാധു. സർവചരാചരങ്ങളുടെ ഹിതം പ്രവർത്തിക്കുന്നവരാണ് സാധു അല്ലെങ്കിൽ സജ്ജനം. ആരാണ് അസജ്ജനം അല്ലെങ്കിൽ ദുഷ്ടജനം എന്ന് പറയുന്നത്? നിർദയസ്മത. അസാധു നിർദയസ്മത. ആരോട് ദയയില്ലാത്തവനാണ് ദുഷ്ടജനം എന്ന് പറയുന്നത്. കോ മോഹപ്രോച്യത്തെ രാജൻ കശ്ച മാനപ്രകീർത്തിത കിം ആലസ്യം ച വിജ്ഞേയം കശ്ച ശോക പ്രകീർത്തിത. രാജാവേ, എന്തിനാണ് മോഹം എന്ന് പറയുന്നത്, എന്തിനാണ് മാനം എന്ന് പറയുന്നത്, എന്തിനെയാണ് ആലസ്യം എന്ന് പറയുന്നത്, എന്തിനെയാണ് ശോകം എന്ന് പറയുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, മോഹോ ഹി ധർമ്മമൂഢത്വം. മോഹം എന്ന് പറയുന്നത് ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാത്തതിനെയാണ് മോഹം എന്ന് പറയുന്നത്, അവിവേകം എന്ന് പറയുന്നത്. മാനം എന്ന് പറയുന്നത് മാനസ്ത്വാത്മാഭിമാനിത. മാനം എന്ന് പറയുന്നത് ആത്മാഭിമാനമാണ് മാനം. ധർമ്മനിഷ്ക്രിയത ആലസ്യം. ആലസ്യം എന്ന് പറയുന്നത് ധർമ്മം ചെയ്യാതെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് ആലസ്യം എന്ന് പറയുന്നത്. ശോകം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനമാണ് ശോകം. മോഹോഹി ധർമ്മമൂഢത്വം മാനസ്ത്വാത്മാഭിമാനിത ധർമ്മനിഷ്ക്രിയത ആലസ്യം ശോകസ്ത്വജ്ഞാനമുച്യത്തെ ആണ് ശ്ലോകം. പിന്നെ കിം സ്ഥൈര്യം ഋഷിഭിപ്രോക്തം കിം ച ധൈര്യമുദാഹൃതം സ്നാനം ച കിം പരം പ്രോക്തം ദാനം ച കിമഹോച്യതേ. യക്ഷൻ ചോദിക്കുന്നു, എന്താണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്? സ്ഥൈര്യം എന്താണ്? സ്ഥൈര്യം എന്ന് പറയുന്നത് എന്താണ്? ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? സ്നാനം, ശരിയായ സ്നാനം എന്താണ്? ശരിയായ ദാനം എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, സ്വധർമ്മേ സ്ഥിരത സ്ഥൈര്യം. സ്വധർമ്മത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. സ്ഥിരമായ ആചരണം, സ്ഥിരമായ ബുദ്ധി. ധൈര്യം ഇന്ദ്രിയ നിഗ്രഹ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. സ്നാനം മനോമലത്യാഗോ. മനസ്സിന്റെ മാലിന്യങ്ങളെ ഇല്ലാതാക്കലാണ് യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത്. ദാനം ഭൂതരക്ഷണം. ദാനം എന്ന് പറയുന്നത് ജീവജാലങ്ങളെ രക്ഷിക്കലാണ് ദാനം. മറ്റേത് ദാനത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ജീവദാനമാണ്, പ്രാണദാനമാണ് എന്നർത്ഥം. മഹത്തായ ആശയങ്ങളാണ് ഈ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഉള്ളത്. ഇതിൽ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ പറയുന്നത്. കൂടുതൽ അറിയാൻ എല്ലാവർക്കും മഹാഭാരതത്തിൻ്റെ മൂലഗ്രന്ഥം വായിക്കാവുന്നതാണ്. വനപർവ്വത്തിലെ ഈ 313 അധ്യായം എല്ലാവരും വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നോക്കൂ, അക്ഷയോ നരകക്കേന പ്രാപ്യതേ ഭരതർഷഭ ഏതന്മേ പൃച്ഛത പ്രശ്നം തച്ഛീഘ്രം വക്തുമർഹസി. ഒറ്റ ചോദ്യം, ഒരു ശ്ലോകത്തിൽ ഒരു ചോദ്യം മാത്രമായതുകൊണ്ട് പറഞ്ഞു ഇത് ആലോചിക്കാതെ പെട്ടെന്ന് ഉത്തരം തരണം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. എന്താണ് അക്ഷയമായ നരകം? മനുഷ്യൻ നേടുന്ന ഒരിക്കലും അവസാനിക്കാത്ത നരകം ആർക്കാണ്? എങ്ങനെയാണ് കിട്ടുക? നരകം ആരും ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ കൂടി ഒരിക്കലും മോചനമില്ലാത്ത രീതിയിൽ നരകത്തിൽ പതിക്കുന്നത് എപ്പോഴാണ്, എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു, ബ്രാഹ്മണം സ്വയമാഹൂയ യാചമാനം അകിഞ്ചനം പശ്ചാനാസ്തീതിയോ ബ്രൂയാത് യോക്ഷയം നരകം വ്രജയത്. ഒരു മഹാബ്രാഹ്മണനെ, ജ്ഞാനിയായ ഒരാളിനെ നമ്മളതിനെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം നമുക്ക് ഇന്നത് വേണമെന്ന് യാചിക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ദരിദ്രരായ ആ ശ്രേഷ്ഠനായ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നതാണ്. അതായത് വിളിച്ചു വരുത്തിയിട്ട് ഉറങ്ങുന്ന ആളിനെ വിളിച്ചുണർത്തിയിട്ട് ചോറില്ല എന്ന് പറയുന്നത് പോലെ ആഗ്രഹം കൊടുത്തിട്ട് നമ്മൾ
ഒടുവിൽ ഇല്ല എന്ന് പറയുന്നതാണ് അക്ഷയമായ നരകം, ഒരിക്കലും തീരാത്തതായ നരക യാതന. അതുപോലെ അദ്ദേഹം 2 ഉത്തരങ്ങൾ കൂടി പറഞ്ഞു. വേദേഷു ധർമ്മശാസ്ത്രേഷു, വേദങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ എന്നിവയിലും ദേവന്മാര് പിതൃക്കള് ധർമ്മം മുതലായ കാര്യങ്ങളിലും മിഥ്യാത്വം കാണുക, ഇത് ശരിയല്ല, തെറ്റാണ്, ഇത് കള്ളമാണ് എന്ന് ഈ ശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത് അക്ഷയമായ നരകത്തിന് കാരണമാകും. അതുപോലെ വിദ്യമാനേ ധനേ ലോഭ ദാനഭോഗ വിവർജിത, ധനം ധാരാളം ഉണ്ടായിട്ടും ലോഭം അത്യാഗ്രഹം കാരണം ദാനം കൊടുക്കാതിരിക്കുകയും ഭോഗം അനുഭവിക്കാതിരിക്കുകയും ചെയ്യുക, അവനവന്റെ സുഖത്തിനെ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കും അക്ഷയം നരകം വ്രജേത്, അക്ഷയമായ നരകം ഉണ്ടാകും. 3 ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഏത് വേണമെങ്കിലും ചോദ്യകർത്താവ് അതിൽ നിന്ന് എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് 3 ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പരസ്പര ബന്ധമുള്ളതാണ് ആ ഉത്തരങ്ങൾ എന്ന് മാത്രം. രാജൻ കുലേന വൃത്തേന സ്വാധ്യായേന ശ്രുതേന വാ ബ്രാഹ്മണ്യം കേന ഭവതി പ്രബ്രുഹ്യതസ്സു നിശ്ചിതം. അടുത്ത ചോദ്യം യക്ഷൻ പറയാണ്, ഈ 3 ഉത്തരം പറഞ്ഞല്ലോ കഴിഞ്ഞ ചോദ്യത്തിന്, അടുത്ത ചോദ്യത്തിന് നിശ്ചിതമായ കൃത്യമായ ഉത്തരം തന്നെ പറയണം. എന്താണ്? കുലം കൊണ്ടാണോ, സ്വഭാവം കൊണ്ടാണോ, സ്വാധ്യായം കൊണ്ടാണോ, അറിവ് കൊണ്ടാണോ ഒരാൾക്ക് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നത്? ഉറപ്പിച്ച് പറയണമെന്നാണ്. സംശയിച്ചിട്ട് പല ഉത്തരങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ഉറപ്പിച്ച് തന്നെ ഉത്തരം പറഞ്ഞു. ശൃണുയക്ഷ കുലം താത ന സ്വാധ്യായോ ന ച ശ്രുതം കാരണം ഹി ദ്വിജത്വേച വൃത്തമേവ ന സംശയ. എനിക്ക് സംശയമില്ല. കാരണം ഇദ്ദേഹം അത് മുമ്പും ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ സർപ്പരൂപത്തിൽ വന്ന നഹുഷനോട് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ബ്രാഹ്മണൻ? സ്വഭാവം കൊണ്ടാണ്, ശീലം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുലം കൊണ്ടോ സ്വാധ്യായം കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല ഒരാളുടെ ബ്രാഹ്മണ്യം നിശ്ചയിക്കപ്പെടുന്നത് അവൻ്റെ വൃത്തമാണ്, അവൻ്റെ സ്വഭാവങ്ങളാണ്, ആന്തരിക ഗുണങ്ങളാണ് എന്നാണ് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അതിൻ്റെ ചില വിശദീകരണങ്ങൾ അദ്ദേഹം പിന്നെ കൊടുത്തു. ഇനി നല്ല ഒരു മനോഹരമായൊരു ശ്ലോകമാണ്. പ്രിയവചനവാദി കിം ലഭതേ വിമർശിത കാര്യകര കിം ലഭതേ ബഹുമിത്രകര കിം ലഭതേ ധർമ്മരഥ കിം ലഭതേ കഥയാ. പ്രിയവാക്കുകൾ പറയുന്നവന് എന്താണ് കിട്ടുക? വിമർശിത കാര്യകര, ആലോചിച്ച് മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന ആള് എന്താണ് നേടുന്നത്? ധാരാളം മിത്രങ്ങളുള്ളവൻ എന്താണ് നേടുന്നത്? ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ എന്താണ് നേടുന്നത്? എല്ലാറ്റിനും ഓരോ ഉത്തരം അദ്ദേഹം പറയുകയാണ്. പ്രിയവചനവാദി പ്രിയോഭവതി വിമർശിത കാര്യകരോധികം ജയതി ബഹുമിത്രകര സുഖം വസതേ യശ്ച ധർമ്മരഥ സഗതിം ലഭതേ. പ്രിയമായ വാക്കുകൾ പറയുന്നവൻ എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് ഭവിക്കും. ആലോചിച്ച് മാത്രം വിമർശനം ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ജയിക്കും, അവർക്ക് കൂടുതൽ സാഫല്യം വന്നു ചേരും. ധാരാളം മിത്രങ്ങളുള്ളവൻ സുഖത്തെ നേടും, സുഖമായി വസിക്കും. അതുപോലെ ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ എന്തായിത്തീരും? സദ്ഗതിം ലഭത്തെ, അവന് സദ്ഗതി മോക്ഷത്തെയും പ്രാപിക്കാമെന്നാണ്. തുടർന്ന് ഒരു ചോദ്യം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട യുധിഷ്ഠിരൻ്റെ ധർമ്മബോധത്തെ, യുക്തിബോധത്തെ, അറിവിനെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യവും, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ ശേഷം എന്താണ് ആ യക്ഷൻ അദ്ദേഹത്തിന് നൽകുന്നതായ അനുഗ്രഹം എന്നുകൂടി ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് കാണിച്ച ധർമ്മബോധവും നീതിബോധവും അദ്ദേഹത്തിൻ്റെ സദ്ഗുണവും ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്.